നശിച്ചു പോവും മോളെ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ ഞാൻ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമില്ല. ചേച്ചി അങ്ങനെ പറയരുത് ചേച്ചി, അങ്ങനെ പറയരുത്. നിന്റെ അളിയൻ എഴുന്നേക്കുന്നതിന് മുമ്പ് നീ ഇവിടുന്ന് പോവാൻ നോക്ക്. അനിയത്തി നീയാണെങ്കിലും ഇപ്പൊ ഞാൻ നിന്നോട് കൈ കൂപ്പി അപേക്ഷിക്കുക. ചേച്ചി ഇനി ഒന്നും പറയണ്ട, ഇനി നീ ഒന്നും പറയണ്ട. ഞാനിപ്പോ തന്നെ വരാം. അപ്പോഴേക്കും നിനക്ക് വേണ്ട പ്രധാനപ്പെട്ട സാധനങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തു വെക്ക്. ഇതാ ഈ പൈസ പിടിച്ചോ. നിനക്ക് എപ്പോഴെങ്കിലും എന്തേലും വാങ്ങാന്ന് കരുതി നീ എനിക്ക് തന്ന പൈസയെന്ന് 10 100 ഒക്കെ ആയിട്ട് മാറ്റി വെച്ചതാ. ഇതിനി ഇങ്ങനെ ഉപകാരപ്പെട്ടോട്ടെ. ഇതാ ബാഗിൽ വെച്ചോ. ചേച്ചി ഞാൻ നിങ്ങളെയൊക്കെ വിട്ടു പോവാന്ന് പറയുമ്പോ എന്റെ ശരീരത്തിന് പ്രാണം പോകുന്നതിന് തുല്യോ. ചേച്ചി എന്റെ വയറ്റിൽ 9 മാസം ചുമന്നില്ലെന്നേ ഉള്ളൂ. മറ്റൊരു കാര്യത്തിൽ പോലും എനിക്ക് അമ്മയുടെ സ്നേഹം കിട്ടാതിരുന്നിട്ടില്ല. ഒരു വട്ടം ഞാൻ നിങ്ങളെ അമ്മ എന്നൊന്ന് വിളിച്ചോട്ടെ ചേച്ചി? അമ്മ ഇത്രയും കാലം നമ്മൾ ഒരുമിച്ചായിരുന്നു. ഇനി കാണാൻ പറ്റാത്ത അത്ര ദൂരേക്ക് പോയാലും കുഴപ്പമില്ല. നീ എവിടെയാണെങ്കിലും സുഖമായിട്ടിരിക്കുന്ന ചേച്ചിന്നൊരു ഫോൺ ചെയ്താൽ മാത്രം മതി. എനിക്ക് നിന്റെ ജീവിതം ഏറ്റവും പ്രധാനം. ഇപ്പൊ തന്നെ കുറെ വൈകി. നീ വാ അവനി.
വേണ്ട ചേച്ചി. വാ. എൻ്റെ മീറ്റിംഗ് കഴിഞ്ഞു വന്ന ഉടനെ തന്നെ നിന്നെക്കുറിച്ചും നിന്റെ ജാതകത്തെ പറ്റിയും അറിയണം. എല്ലാം ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ നടക്കുകയാണെങ്കിൽ എൻ്റെ മനസ്സിലുള്ള പ്രണയം ഞാൻ തുറന്നു പറയും. സുരേന്ദ്രൻ ആ നരസിംഹന് 10 lakhs കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ആവനിക്ക് വേണ്ടി ഒരു മനുഷ്യനെ കൊന്നുകളഞ്ഞു. ആ ആവനിയെ നമ്മുടെ പയ്യന് അത്രയ്ക്ക് ഇഷ്ടപ്പെടാനുള്ള കാര്യം എന്താ? ആവണിയുടെ ഭംഗി കണ്ടിട്ട് തന്നെ ആയിരിക്കണം. മുമ്പൊക്കെ രാജാക്കന്മാര് രാജ്യം വരെ വിട്ടുകൊടുക്കുമായിരുന്നു. ഏതോ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. ഒരു ടൈം പാസ് ആയില്ലേ? ഡാ വേറെ ആരും അല്ലടാ, നമ്മുടെ സുരേന്ദ്രന്റെ ചിക്ക. ഈ സമയത്ത് ലഗേജൊക്കെ ആയിട്ട് എങ്ങോട്ടാ പോകുന്ന മോളെ? ഡാ നേരം വെളുക്കം വരെ അവളെ കാത്തിരിക്കുന്ന നമ്മുടെ സുരേന്ദ്രന് ആവനിയെ നമുക്ക് ഇപ്പോഴേ ഗിഫ്റ്റായിട്ട് കൊടുക്കണം. അവളെ പോയി പിടിക്കടാ. ആവനി നിക്ക. എന്റെ ദൈവമേ,
ഞങ്ങൾക്കിടയിൽ ഇങ്ങനെ ഒരു വേർപാട് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവസ്ഥയുടെ മുമ്പിൽ തല താഴ്ത്തി എന്റെ അനിയത്തെ ഞാൻ ഈ വീട്ടിൽ നിന്ന് തന്നെ പറഞ്ഞയച്ചു. അവൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എത്തുന്നത് വരെ ഒരു പ്രശ്നവും നേരിടാതെ സംരക്ഷിക്കണേ. കൂടെ ഉണ്ടാവണം. നിങ്ങളെന്തോ റിവഞ്ച് എന്നൊക്കെ പറഞ്ഞില്ലേ? അതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. എനിക്കാണെങ്കിൽ ബാക്കി ക്യാഷ് കയ്യിൽ വെച്ച് തന്നാ മാത്രം മതി. ചക്കരെ, അവനെ കാണുന്നില്ലല്ലോ. അവൾ എങ്ങോട്ട് പോയതാടി? പുതിയ ജോലി സ്ഥലത്തേക്ക് കൊണ്ടുപോകണ്ടേ? എന്റെ ഫ്രണ്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഫോൺ ചെയ്ത് വേഗം വരാൻ പറ. ആ ജോബ് കൂടെ ഇല്ലാതായ എല്ലാവർക്കും വലിയ ബുദ്ധിമുട്ടാവില്ലേ? നീ വേഗം ഫോൺ ചെയ്. റൂമില് മാമിയുടെ ഉടുപ്പുകളും പിന്നെ ബാഗും ഒന്നും കാണുന്നില്ലല്ലോ. അതെങ്ങനെ കാണാതാവൂ? ഞാൻ ചോദിക്കുമ്പോ നീ ഇങ്ങനെ ഒന്നും മിണ്ടാതിരുന്നാൽ എങ്ങനെയാ സുജാത? അവളുടെ സമ്പാദ്യം കൊണ്ട് എത്ര കാലം ജീവിക്കും? ഞാനും ജോലിക്ക് പൊക്കോളാന്നൊക്കെ ഇന്നലെ പ്രഭാഷണം നടത്തുന്ന കേട്ടല്ലോ. അതുകൊണ്ട് അവൾ അവളുടെ വഴിക്കങ്ങ് പോയി. അവളുടെ വഴിക്ക് അവളങ്ങ് പോയെന്നോ? ഏയ് സുജാത, സുജാത! ഇത്രയും അധികം ആളുകൾ ഉണ്ടായിട്ടും ഒരു പെൺകുട്ടിയെ പിടിക്കാൻ പറ്റില്ലെന്നോ? നീയൊക്കെ വെറും വേസ്റ്റാടാ. സുജാത നിക്കേ. അവനിപ്പോ എവിടെയുണ്ട്? എന്റെ അനിയത്തിക്ക് നീ ജോലി ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഇനി ഇങ്ങോട്ട് അവള് വരില്ല. നിനക്ക് കുടിക്കാനുള്ളത് നീ ഉണ്ടാക്കിക്കോ. എന്റെ മോളെ ഞാൻ എങ്ങനെയെങ്കിലും വളർത്തിക്കോളാം. അവന് എവിടെയെന്ന് മര്യാദയ്ക്ക് പറയുന്നുണ്ടോ? എന്റെ അനിയത്തിയുടെ കാര്യം നീ നോക്കണ്ട. ഏയ് ഞാൻ ഒന്നും ചെയ്യാതിരിക്കുമ്പോ നീ ഓവറായി സംസാരിക്കുന്നോ? പറയടി, പറ. പറയാനല്ലേ നിന്നോട് പറഞ്ഞത്? പറയടി. അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടത് ഞാനാ. ദുഷ്ടന്മാരുടെ കണ്ണ് അവളുടെ മേലിൽ പതിയാത്ത അത്ര ദൂരത്തേക്ക് പറഞ്ഞു വിട്ടത് ഞാനാ. ഇനി ഒരിക്കലും അവള് വരില്ല, വരില്ല. എന്തിനാ പറഞ്ഞത്? നീതിബോധമില്ലാത്ത ഒരു നീചന്, സ്വാർത്ഥനായ നാണമില്ലാത്ത പുഴു എന്റെ അനീതിയെ വിൽക്കാൻ വെച്ചതാണെന്നുള്ള സത്യത്തെ കൺമുന്നിൽ കണ്ടതുകൊണ്ടാ ഞാൻ അവളെ പറഞ്ഞു വിട്ടത്. വിൽക്കാനോ? എന്നുവെച്ചാ രാത്രി ഞാൻ ഫോണിൽ സംസാരിച്ചത് നീ ഒളിച്ചെന്ന് കേട്ടല്ലേ? കേൾക്കാനുള്ള അവസരം ആ ദൈവം എനിക്ക് തന്നതുകൊണ്ട് എന്റെ അനീതിയെ രക്ഷിക്കാനായിട്ട് എനിക്ക് പറ്റി.
ഗുണത്തെക്കാളും പണമാണ് വലുതെന്ന് കരുതുന്ന നിന്റെ കണ്ണുകൾക്ക്, പണം കൊണ്ട് എന്തും വാങ്ങാമെന്ന് കരുതുന്ന ആ സുരേന്ദ്രന്റെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത അത്ര ദൂരത്തേക്ക് പോയി രക്ഷപ്പെട്ടുകൊള്ളാൻ ഞാനാ ഇന്നലെ അവളോട് പറഞ്ഞത്. ഇത്രയും കാലം അവൾ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാ ജീവിച്ചത്. ആർക്കോ അവളോടുള്ള പക തീർക്കാൻ വേണ്ടി അവളെ അവന് വിൽക്കാമെന്ന് കരുതിയോ നീ? നീ സത്യത്തിൽ എത്ര നീചനാണെന്ന് ആലോചിച്ച് നോക്ക്. ഛീ! നീ എന്റെ മുഖത്തേക്ക് തുപ്പിയാലും ഞാനത് തുടയ്ക്കും. പക്ഷേ ഈ കാര്യം എങ്ങാനും സുരേന്ദ്രൻ അറിഞ്ഞ അവൻ എന്നെ വെടിവെച്ച് കൊന്നുകളയും. എന്നെ മാത്രമല്ല, നമ്മളെ മൊത്തത്തിൽ കൊന്നുകളയും. അയ്യോ, നീ എന്താടി ചെയ്തു വെച്ചേക്കുന്നേ? എനിക്ക് എന്ത് സംഭവിച്ചാലും ഒന്നുമില്ല. എന്റെ അനിയത്തി എവിടെയെങ്കിലും സമാധാനത്തോടെ ജീവിച്ചാ മതി. അവനെ പോലൊരു സുന്ദരിയെ സുരേന്ദ്രനെ കല്യാണം കഴിക്കാനാണെങ്കിലോ? ഞാൻ പറയുന്നത് കേട്ട് അവനോട് തിരിച്ചു വരാൻ പറ. വായടക്ക്. അങ്ങനത്തെ തെണ്ടികളെ കല്യാണം കഴിക്കേണ്ട ഒരവസ്ഥയും അവൾക്കില്ല. ദൈവം എന്റെ അനിയത്തിക്ക് നല്ല വഴി കാണിച്ചു കൊടുക്കും. നല്ലൊരു ചെക്കനെ കൊടുക്കും. അയ്യോ, ഇങ്ങനെ മുങ്ങിക്കളയൊന്നും ഞാനും പ്രതീക്ഷിച്ചില്ല. പെട്ടെന്ന് ഡ്രസ്സും ബാഗും ഒക്കെ എടുക്ക്, നമുക്ക് എങ്ങോട്ടെങ്കിലും പോവാം. ഇല്ലെങ്കിൽ സുരേന്ദ്രൻ വന്ന് നമ്മളെ ചിത്രവധം ചെയ്തു കളയും. ആര് വന്നാലും ഞാനത് നേരിടും. എങ്ങോട്ടെങ്കിലും പോവാൻ തോന്നുന്നുണ്ടെങ്കിൽ നീ പോ. ഞാനും എന്റെ മോളും എന്തായാലും ഇവിടുന്ന് എങ്ങോട്ടും ഇല്ല. ഈ ഡയലോഗ് സിനിമ കേൾക്കാൻ രസമാ, ജീവിതത്തിൽ അത്ര നന്നാവില്ല. പറഞ്ഞത് ചെയ്. ഞാൻ വരില്ല. സുരേന്ദ്രൻ നമ്മളെ ഫോൺ ചെയ്തതിന് മുമ്പേ നമുക്ക് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ തന്നെ ഇറങ്ങണം. വാ, വേഗം പോവാം. എന്തോ വലിയ സ്നേഹം ഞങ്ങളോടുള്ള പോലെ എന്തിനാ ഞങ്ങളെ കുറിച്ച് ഞാൻ ആലോചിച്ചോണ്ടിരിക്കുന്നേ? ഇനി ഞാൻ കൂടെ ഇല്ലാണ്ടായ എല്ലാം ഒറ്റയ്ക്കുണ്ടാക്കി തിന്നേണ്ടി വരുമെന്നല്ലേ നിന്റെ പേടി? എന്നെ നിനക്ക് എന്ത് വേണമെങ്കിലും പിന്നെ പറയാം. ഇപ്പൊ പോവാൻ നോക്കാം. വാ. ഞാൻ വരുന്നില്ല. നാത്തൂൻ അവന്റെ വീട് വിട്ട് ഇറങ്ങിപ്പോയെന്ന വിഷയം അറിഞ്ഞാൽ തന്നെ ആ നരസിംഹൻ നമുക്ക് ഫോൺ ചെയ്യണ്ടല്ലേ? അവനും കൂടെ ചേർന്ന് നമ്മളെ പൊട്ടനാക്കിക്കൊണ്ടിരിക്കുക. നരസിംഹൻ ഫാമിലിയും കൂട്ടി രക്ഷപ്പെട്ടു കളഞ്ഞല്ലോ സുരേന്ദ്ര. വീട്ടിൽ തന്നെ ഇരുന്ന് നാടകം കളിക്കുവാൻ തോന്നുന്നു. നരസിംഹം, നരസിംഹം, നരസിംഹം. അരിച്ചു പെറുക്കി, ഇവിടെ ആരുമില്ല. നീ എത്ര ദൂരത്തേക്ക് പോയാലും എന്നിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല അവനെ.
രക്ഷപ്പെടില്ല